കഴിഞ്ഞതൊക്കെ മറക്കുമെന്ന് എനിക്കറിയാം. മറന്നിട്ടൊന്നുമില്ല. എന്താ വന്ന കാര്യം? മഷി നോക്കാം, അല്ലാണ്ടെന്താ? എന്റെ ജോലി അതാണല്ലോ. താൻ കേറിയിരിക്കേ. ചെരുപ്പ് നൂരിട്ടെ. അമ്മേ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. ഒറ്റയ്ക്ക് പോണ്ട, അച്ഛനെ കൂട്ടു വിളിച്ചോളൂ. ലംബോദര എന്നെ വിളിച്ചു. അംബികയുടെ കൂടെ അമ്പലത്തിൽ പോയിട്ട് വരും. അച്ഛൻ അമ്മയുടെ പുറകെ കൊട പിടിച്ച് നടന്നാ മതി. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. മിടുക്കി. ലംബോരേട്ടന് സുഖം തന്നെയാണോ? അല്ല, ആരിത് എപ്പോ ലംബോദര, ലോഹ്യം പറച്ചിലൊക്കെ പിന്നെ ആദ്യം അടുക്കളയ്ക്ക് ചെല്ലേ. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്. ഇതിന് മോചനമില്ലയോ? മോചനൊക്കെ ഇരിക്കട്ടെ, തനിക്ക് എന്തിനെ പറ്റി അറിയേണ്ടത്? കണാരേട്ടൻ മഷി നോക്കിയപ്പോ തറവാട്ടിലെ ഉരുളി കെട്ടത് ഞാനാണെന്ന് പറഞ്ഞു. ഞാനത് ചെയ്തിട്ടില്ല. ഏടത്തി നോക്കിയ സത്യം എന്താണെന്ന് അറിയാലോ. കണാരേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവില്ല. ചില സമയത്ത് മാറ്റം ഉണ്ടാവില്ല. ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. ഏതായാലും പങ്കജാക്ഷന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാനൊന്ന് നോക്കാം. തെക്കേകര തറവാടിന് താങ്ങും തണലുമായ ദേവി സത്യം സത്യമായി കാണിച്ചു തരണേ. തറവാട്ടിലെ ഉരുളി മോഷ്ടിച്ചതാരാ? എന്നെ കള്ളനാക്കിയ പെരുങ്കള്ളൻ ആരാണെന്ന് പറയും. എന്നിട്ട് വേണം അവന്റെ കുടലോട് എനിക്ക് മാലയിടാൻ. വെറുതെ അല്ല കണാരേറ്റവനെ കള്ളനാക്കിയത്. എനിക്കും വേറെ വഴിയില്ലല്ലോ. കണാരേറ്റൻ പറഞ്ഞത് തന്നെ സത്യം. ഉരുളി കട്ടത് പങ്കജാക്ഷൻ തന്നെ. ഞാൻ പോലും അറിയാതെ ഞാൻ എങ്ങനെ ഉരുളി കെട്ടു? നിങ്ങൾ ആങ്ങളും പെങ്ങളും കൂടി മനഃപൂർവ്വം എന്നെ കുരുക്കിലാക്കുകയാണല്ലേ? ഇതിൽ കാണുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വലിയ വർത്താനൊന്നും പറയാതെ പോകണ്ട അവിടുന്ന്. ഞാൻ പോവുകയാണ്. നിരപരാധിയായ ഒരുത്തനെയാണ് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടി കള്ളനാക്കിയത്. ദൈവം നിങ്ങളെ വെറുതെ വിട്ടാലും ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ശരിക്ക് തുള്ളിക്കോ. എവിടെയാണ് പടുപാവൻ നീ ആ ഉരുളി കൊണ്ടുവച്ചത്? ദൂരെയൊന്നുമല്ല, ഇവിടത്തെ കളപ്പുരയ്ക്കകത്താ. എന്റെ വയറ്റിൽ ഇങ്ങനെ ഒരു സന്തതി വന്ന് പിറന്നല്ലോ എന്റെ ദൈവമേ. ഏതായാലും ഇവൻ എന്റെ മകനാകാൻ വഴിയില്ല. കൂട്ടിലിട്ട വെരുകിനെ പോലെ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നിട്ട് വല്ല കാര്യമുണ്ട് എന്റെ കണാരേട്ട? ഒരു കള്ളന്റെ തന്ത എന്റെ ആങ്ങള, വേറൊരു കള്ളന്റെ തള്ള ഈ ഞാനും. തലവിധി. തലവിധിയല്ല, ഇത് തലതെറിച്ചോടെ പോക്കരുത്തരാ. കുലദൈവത്തെ പോലെ നമ്മൾ ആരാധിക്കുന്ന മഷിയിൽ നോക്കി കള്ളം പറയേണ്ടി വന്നില്ല പെങ്ങളെ. അപ്രിയമായ സത്യം പറയരുതെന്ന് ഭഗവത്ഗീത വരെ പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞോണ്ട് എന്നാ പോലീസ് കേൾക്കോ? സംശയത്തിന്റെ പേരിലാ പങ്കയാറ്റ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയത്. അയാൾ സത്യം കുത്തിപ്പൊക്കിയാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ സത്യം കുത്തിപ്പൊക്കുന്നതിന് മുമ്പ് നമ്മൾ അവനെ കുത്തി മലർത്തണം. തൊണ്ടി സഹിതം പോലീസിന്റെ പിടിയിലായാൽ പങ്കജാക്ഷന് കുറ്റം സമ്മതിച്ചല്ലേ പറ്റൂ. ഇന്ന് രാത്രി ആരും അറിയാതെ നമ്മൾ ആ ഉരുളി പങ്കജാക്ഷന്റെ വീട്ടിൽ കൊണ്ടിടുന്നു. എന്താ? ബുദ്ധിയുടെ കാര്യത്തിൽ നീ എന്റെ ചേച്ചി തന്നെ ആരാടിയ? വീടെത്തി. വാ വാ. വാ വാ, വേഗം വാ. ഉരുളി പങ്കജേട്ടാ, ഒന്ന് വന്നേ. ഉരുളി ഒന്നിന് വേഗം വന്നേ. ഇതാ ഉരുളി. ഉരുളിയോ? അതെ, തറവാട്ടിലെ ഉരുളി. അതെ, തറവാട്ടിലെ ഉരുളി. ഇതെങ്ങനെ ഇവിടെ എത്തി ഉരുളി? ഉരുളാതെ കാര്യം പറ മനുഷ്യനെ. ഇതെങ്ങനെ ഇവിടെ എത്തി? അതാ ഞാനും ആലോചിക്കുന്നത്. ഇതെങ്ങനെ ഇവിടെ എത്തി ഉരുളി? നടന്നു വന്നതാവും. സത്യം പറ മനുഷ്യനെ. അതാ പോലീസ്. കൃത്യസമയത്തിന് എത്തി. ഇതാണ് പോലീസ്. കാണാതെ ഉരുളി. എടുത്തോട്ടെ സാർ, എടുത്തോ സാർ. നിങ്ങളാണോ പങ്കജാക്ഷൻ? അതെ. ഇയാളെ സ്ഥലത്ത് മോഷ്ടിച്ചത് വെറുതെ? ഞാനോ? അഭ്യാസമൊന്നും വേണ്ട. അയ്യോ, ഉരുളി മോഷണത്തിന് തന്നെ തൊണ്ടി സഹിതം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ ചേട്ടൻ മോഷ്ടിച്ചിട്ടില്ല. അതൊക്കെ സ്റ്റേഷനിൽ ഒന്ന് പറഞ്ഞാൽ മതി.
സാറേ എനിക്ക് താരോ പാര വെച്ചതാ, ഞാൻ ഒന്നും അറിഞ്ഞതല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല. എല്ലാം ഞങ്ങൾ മനസ്സിലാക്കി തരാം. നടക്കണം. ജീപ്പ് കൊണ്ടുവന്നില്ലേ സാർ? ജീപ്പോ? നടക്കണം. ഉരുളി എടുത്തോണ്ട് നടക്കണം. ഉരുളി അതങ്ങ് മറന്നു. നടത്തേക്കടാ. അയ്യോ സാറേ, വെച്ച തലവേദനിക്കുമല്ലോ. നടക്കാം. ഓ നടക്കാം. സാറേ എന്റെ ഭാര്യയോട് ഒരു വാക്ക് പറയട്ടെ. അതെ, നല്ല അസല കക്ഷികളോടൊപ്പം പോണത്. ഇവരെന്നെ ചതയ്ക്ക് ഉറപ്പാ. വറക്കാൻ ഉരുളിയും കയ്യിലുണ്ട്. ഞാൻ തിരിച്ചു വന്നില്ലേ, നീ വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു. ചേട്ടാ, ഞാൻ ആരിൽ പേര് അരച്ച് കലക്കി കുടിച്ചിട്ട് എന്നെ വിറളി പിടിപ്പിക്കാതെ പറളി രമേ. പോട്ടെ. ചേട്ടാ. പാവം അറിയാത്ത കേട്ടോ. പുഷ്പേരായല്ലോ പങ്കജാക്ഷ, നിനക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. കഷ്ടം. എന്തായാലും കാണാൻ നല്ല സ്റ്റൈൽ ഉണ്ടല്ലേ. ഒന്ന് നിക്കണേ, എന്റെ പൊന്നമ്പിയല്ലേ, ഒന്ന് നിക്കണേ. ഇതാരും റോമി ഭാസ്കരനോ? കുറെ കാലമായി ഞാനൊരു ആഗ്രഹം മനസ്സിട്ട് കിട്ടിയത്. എന്താ അത് അമ്പികയുടെ തുറന്നു പറയാൻ എനിക്കൊരു മടി. മടിക്കണ്ട, പറഞ്ഞോളൂ. പറയട്ടെ. എന്തേ? ഞാൻ ഇതിനെ സ്നേഹിക്കുന്നു എന്ന് പറയല്ലേ. എനിക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. വല്ലാത്തൊരു ജന്മം തന്നെ ഈ റോമിയോ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ അടി? അയാൾ തിരിച്ചു തല്ലാതിരുന്നത് ഭാഗ്യം. ഒന്ന് പോടി. അയ്യടാ, വേറെ എന്താ ഭാസ്കര, കാലത്ത് തന്നെ ഒരു വ്യായാമം. പലവർക്കും പ്രേമലേഖനം കൊടുത്തോ? കൊടുത്തില്ല, അതിനു മുമ്പ് കിട്ടി. എന്ത് തല്ലി. ആരാ കക്ഷി? നാരായണ തലയുടെ മോള് അംബിക. തല്ലിയാണ് വഴികെട്ടു. അവര് തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ, അതിനിടയ്ക്ക് നീ ചെന്ന്. ആ കുട്ടിയെ എനിക്ക് ഇഷ്ടാ. അപ്പൊ തങ്കമണിയോ? അതിനെ എനിക്ക് ഇഷ്ടാ. നീ കൊള്ളാലോ. ഇതില് ഏതെങ്കിലും ഒന്നിനെ എനിക്ക് തരപ്പെടുത്തി തരാമോ വൈദ്യരെ? വഴിയുണ്ട്, പക്ഷെ കുറച്ച് പണം ചെലവാകും. പണം എത്രയായാലും വേണ്ടില്ല. എന്താ വഴി? വശീകരണ കഷായം. വശീകരണ കഷായോ? വശീകരണ കഷായം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ കുടിക്കണം. പിന്നീട് നീ എന്തു പറയുന്നുവോ അതവൾ അനുസരിക്കും. ഒന്ന് പെട്ടെന്ന് ശരിയാക്കിട്ടോ വൈദ്യരെ. ആദ്യം പണം, പിന്നെ കഷായം. ഇതാ. എന്താ എന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ടല്ലോ. എന്താ അത്? ഇച്ചിരി വട്ടണം തോന്നുന്നു. ഉണ്ടല്ലോ, എല്ലാ കാമുകന്മാർക്കും വട്ടാണ്. അതൊരു ലോക സത്യമല്ലേ? കാമുകനോ? ആര്? ഞാൻ അംബികയുടെ. അയ്യടാ, പ്രേമിക്കാൻ പറ്റിയൊരു മോന്തേ. പോകരുത്, കുറച്ച് സമയം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. മരുന്നിന്റെ ബലം അറിയാൻ പോകുന്നതേ ഉള്ളൂ. മരുന്നോ? അംബിക എന്റെ പെണ്ണായതുകൊണ്ട് പറയാം, ആരോടും പറയരുത്. വശീകരണ കഷായം. എന്താ ഇങ്ങനെയാണ് പ്രേമിക്കാൻ പോകുന്നത്? എനിക്ക് വയറ്. ഇതെന്താ, എന്ത് പറ്റി? എനിക്ക് പിന്നെ കുറച്ച് സത്യം പറയാലോ, ഇപ്പൊ എനിക്കൊരു അല്പം പ്രേമമൊക്കെ തോന്നി. എനിക്ക് തോന്നുന്നില്ല. ഞാൻ പോയി പിന്നെ വരാം. അങ്ങനെ അങ്ങ് പോയാലോ? പ്രേമം തുടങ്ങിയല്ലേ ഉള്ളൂ. എനിക്ക് പ്രേമിക്കട്ടെ. കാണില്ല, കണ്ടാ പ്രേമിക്കൂല. പ്രേമിക്കാൻ പോലും തിരിച്ചു കൊടുക്കും. റോക്കറ്റ് വീണ വേഗത്തിലല്ലേ ആ റോമി ഭാസ്കരൻ ചാടിയത്. വൈദ്യര് അവന് വയറിളക്കത്തിന് മരുന്ന് കൊടുത്ത വിവരം ആർക്കറിയാത്തത്? ഏതായാലും ഇനി അവൻ അംബികയെ ശല്യം ചെയ്യില്ല. ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യാൻ ഇവിടെ വേറൊരാളുണ്ടല്ലോ.
എന്റെ അച്ഛനും അച്ഛമ്പങ്ങളായ നിന്റെ അമ്മയും കൂടി നമ്മുടെ കല്യാണം ഉറപ്പിച്ചിട്ട് നിന്റെ വയസ്സിന്റെ അത്രയും കാലായി. ഇനിയുള്ള കാലം കൂടെ ഈ ശല്യക്കാരനെ സഹിച്ചേ പറ്റുള്ളൂ. അതൊന്ന് മനസ്സിലിരിക്കട്ടെ. നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. അതിന് നിന്റെ പെൺകോന്തൻ തന്തയല്ല ഞാൻ. ദാമ്പത്യ ജീവിതം എങ്ങനെ വിജയിപ്പിക്കാമെന്ന് വിശദമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിൽ എന്റെ ഭാവി വരണമെന്ന് കേട്ടോ. മറ്റന്നാൾ എന്റെ പിറന്നാള്. എനിക്ക് എന്താ തരാൻ പോണേ? ഒരു ചൂട് മുത്തം തരാം. അയ്യേ, നാണല്ലേ മണിയേട്ടന്? എനിക്കൊരു വെള്ള മുത്തുമാല വാങ്ങിച്ചു തരോ? എന്തിനാ മുത്തുമാലയാക്കുന്നത്? ഒരു സ്വർണ്ണമാല തന്നെ വാങ്ങിച്ചു തരാം എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞ അതൊരു അധിക പ്രസംഗമാവും. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. മുത്തുമാലയാണെങ്കിൽ ഒന്നല്ല, ഒരു 6 ഞാൻ വാങ്ങിച്ചു തരാം. 6 വേണ്ട, എനിക്ക് 1 മതി. നേരം കുറേ മണിയേട്ടാ, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. കുറച്ചു നേരം കൂടെ ഇരിക്കുന്നു. അമ്മ അറിയാലോ മണിയേട്ടന്. ഞാൻ പോട്ടെ. മറ്റന്നാളേ മാല വേണോട്ടോ. പിന്നെ ഇവിടെ പ്രേമിക്കാൻ മുത്തുമാല വേണം, മുത്തുമാല വാങ്ങിക്കാൻ പണം വേണം, പണത്തിന്